മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ബഹ്റിൻ സന്ദർശനം തുടരുന്നു. ബഹ്റിൻ പ്രധാനമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. കേരളവും ബഹ്റിനും തമ്മിലുള്ള സഹകരണം കൂടുതൽ വർദ്ധിപ്പിക്കുമെന്ന് ബഹ്റിൻ പ്രധാനമന്ത്രി ഉറപ്പു നൽകി. ഊഷ്മളമായ സ്വീകരണമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് ബഹ്റൈൻ ഭരണകൂടം നൽകിയത്. ബഹ്റൈൻ പ്രധാനമന്ത്രി പ്രിൻസ് ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫ, കിരീടാവകാശി സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ എന്നിവരുമായി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തി. കേരളവുമായി എല്ലാ മേഖലകളിലും സഹകരണം വർദ്ധിപ്പിക്കാൻ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി പ്രിൻസ് ഖലീഫ പിണറായി വിജയനോട് പറഞ്ഞു. തന്റെ മുതുമുത്തച്ഛന്മാർ മുതൽ കേരളവുമായും മലയാളികളുമായും അടുത്ത ബന്ധമാണുള്ളതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സാംസ്കാരികം, വിദ്യാഭ്യാസം, ആയുർവേദം, ടെക്നോളജി, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ കേരളവുമായുള്ള സഹകരണം ശക്തമാക്കുമെന്നും ബഹ്റൈൻ പ്രധാനമന്ത്രി പറഞ്ഞു. വികസനത്തിനായി ഒരു പ്രത്യേക നിധി രൂപീകരിക്കുക, ഇസ്ലാമിക് ഫണ്ട്, ബൈലാറ്ററൽ ചേംബർ കൊമേഴ്സ് തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചും മുഖ്യമന്ത്രിയും ബഹ്റൈൻ ഭരണാധികാരികളും ചർച്ച നടത്തി. മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ള ബഹുമാനാർത്ഥം ബഹ്റൈൻ കിരീടാവകാശി സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ ഉദൈബിയ പാലസിൽ ഉച്ചവിരുന്നൊരുക്കി. ബഹ്റൈനിലെ ഇന്ത്യൻ അംബാസഡർ അലോക് കുമാർ സിൻഹ, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി നളിനി നെറ്റോ, മാധ്യമ ഉപദേഷ്ടാവ് ജോൺ ബ്രിട്ടാസ്, വ്യവസായികളായ എം എ യൂസഫലി, രവി പിള്ള, വർഗീസ് കുര്യൻ, മാധ്യമപ്രവർത്തകൻ സോമൻ ബേബി എന്നിവരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. അനിൽ തിരൂരിനും ക്യാമറമാൻ പ്രമോദ് തിരൂരിനുമൊപ്പം ബഹ്റൈനിൽ നിന്ന് ടി ജമാലുദ്ദീൻ.